അർജന്റീന വിജയിക്കുന്നതിന് മുന്നേ വരെ ഞാൻ കേട്ടൊരു ഡയലോഗ് ഉണ്ട്, എടാ ഇത് റൊണാൾഡോയുടെ നെയ്മറിന്റെ ഒക്കെ ഒരു അവസാന വേൾഡ് കപ്പാ, അവര് തോറ്റു പുറത്തായി, പക്ഷെ അവരൊന്നും പോയി കളിയാക്കല്ലേ, അവരുടെ ലാസ്റ്റ് ഡാൻസ് അല്ലായിരുന്നു, ഇനി അവരുടെ കളി നമുക്ക് കാണാൻ സാധിക്കുമോ ഇതുപോലെ. ഇതായിരുന്നു ഡയലോഗ്. ഇന്നലെ അർജന്റീന മെസ്സി ആ ഒരു മാച്ച് വിജയിച്ചത് മുതൽ ആ ഒരു ഡയലോഗ് മാറി. മെസ്സി പെസിയായി, മെസ്സി ഫിഫ ബോയ് ആയി, എന്തൊക്കെ ട്രോളുകളും കളിയാക്കലുകളുമാണ് മെസ്സിക്കും അർജന്റീനയ്ക്കും എതിരെ ബാക്കി ഫാൻസ്. പറഞ്ഞു വരുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ഒരു മാച്ച് റിഗ്ഡ് ആണ്, അത് ഫൗൾ കൊടുത്തില്ല, ഇത് ഫൗൾ കൊടുത്തില്ല. എടാ ഒരു ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ പറയാൻ എന്തൊക്കെ ഉണ്ട്, കളിയുടെ സ്റ്റാറ്റസ് പറ, ഗോളുകളുടെ എണ്ണം പറ, അസിസ്റ്റുകളുടെ എണ്ണം പറയാ, വിജയത്തിന്റെ കാര്യം പറയാം, ഇതൊന്നും പറയാനില്ല. മെസ്സി ഇതാ ടോപ്പ് സ്കോററാണ് ഈ ഒരു വേൾഡ് കപ്പിലെ, മോസ്റ്റ് അസിസ്റ്റ് പ്രൊവൈഡറായി വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററിയിലെ. കളി 2-0 തോറ്റു നിന്ന കളി 3-2 വിജയിച്ചു. ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല. വായ തുറന്നാൽ ആ ഒരു മുഹമ്മദ് സലാഹിക്കുള്ള ഫൗള് കൊടുത്തില്ല, അത് വാറ് ചെക്ക് ചെയ്തില്ല, ഇത് മാത്രമേ പറയാനുള്ളൂ. ഒരു പ്ലെയറെയും അതിര് വിട്ട് കളിയാക്കാൻ പോവാതിരിക്കുക. കളി തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ ഇന്നലത്തെ ആ ഒരു ഫൗള് എങ്ങനെയാണ് അതൊരു ഫൗളായി മാറുന്നത് എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും ഒരു 100 തവണ ഞാൻ ആ ഒരു വീഡിയോ കണ്ടു. അതിലെങ്ങനെയാണ് ആ ഒരു ഫൗള്, സ്ഥിരമായിട്ട് ഫുട്ബോൾ കാണുന്ന ഒരാൾക്ക് അത് എങ്ങനെയാണ് ഫൗളായി തോന്നുന്നത്? എന്തുകൊണ്ട് വാറ് ചെക്ക് ചെയ്തില്ല? വാർ ആ ഒരു മോണിറ്ററിൽ പോയിട്ട് റഫറി ചെക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ വാറിന്റെ റഫറീസ് അവിടെ ഇരുന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻസ്ട്രക്ഷനും നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് വയർലെസ്സിലൂടെ റഫറിയുടെ ചെവിയിൽ എത്തുന്നുണ്ട്. കറക്റ്റായിട്ട് അവർ നിർദ്ദേശിച്ചു അതൊരു ഫൗൾ അല്ല. മോണിറ്ററിൽ പോയിട്ട് മെയിൻ റഫറി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ മെയിൻ റഫറി അവിടെ മോണിറ്ററിൽ പോയി ചെക്ക് ചെയ്യില്ല, കളി കണ്ടിന്യൂ ചെയ്യാൻ പറയുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക? വേൾഡ് കപ്പ് ആകുമ്പോൾ മാത്രം ഫുട്ബോൾ കാണാൻ വരുന്ന ഫാൻസിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. പക്ഷേ വേൾഡ് കപ്പും ക്ലബ്ബ് ഫുട്ബോളും ഒക്കെ കാണുന്നവര്, മെസ്സിയെ എതിർക്കുന്നവരും അർജന്റീനയെ ഇഷ്ടമില്ലാത്തവരും ആയതുകൊണ്ട് മാത്രം ഈ ഒരു കാര്യത്തിനോട് എതിർക്കുമ്പോൾ പിന്നെ എന്താ പറയാ, കണ്ണടച്ച് ഇരുട്ടാക്കിയ പിന്നെ ഒന്നും പറയാനില്ല. ഈ ഒരു വേൾഡ് കപ്പ് റിഗ്ഡ് ആണ്, മെസ്സി ഫിഫ ബോയ് ആണ്, എളുപ്പത്തിൽ പറയാൻ പറ്റിയൊരു കാര്യമാണ്. അതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നുമുണ്ട്. ആൻഡ് ഈ പറയുന്നവരൊക്കെ ഒരു കാര്യം ഓർത്താൽ നിന്ന് 2014 മുതൽ 2021 വരെ മെസ്സിക്ക് ഒരു കാലം ഉണ്ടായിരുന്നു. 2014 വേൾഡ് കപ്പ് തോറ്റപ്പോൾ മുതൽ 2021 കോപ്പ അമേരിക്ക അടിക്കുന്നത് വരെ മെസ്സി ഫിഫ ബോയും അല്ലായിരുന്നു, ഒന്നുമല്ലായിരുന്നു. അന്ന് നിങ്ങൾ അയാളെ ക്രൂശിച്ചപ്പോൾ നിങ്ങൾ ഓർത്തില്ല കർമ്മ എന്നൊരു സംഭവം ഉണ്ടെന്ന്. ഇന്ന് അതിനെല്ലാം ഒന്നൊന്നായിട്ട് തിരിച്ചടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേൾഡ് കപ്പ് മെസ്സിയും അർജന്റീനയും നേടുമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷെ അവര് ആ ഒരു അവസാന വിസിൽ വരെ ആ ഒരു ഗ്രൗണ്ടിൽ 100% കൊടുത്ത് കളിക്കും. എത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രയും എഫേർട്ട് ആ ഒരു ഗ്രൗണ്ടിലിടും. അതാണ് ആ ഒരു അർജന്റീനയുടെ വിജയം, ആ ഒരു ടീമിന്റെ വിജയം.